ഹേ ഗായ്സ്, ഇത് എസ് എസ് എൽ സിയുടെ എസ് എൽ സി ഗൈസ്, ഇത് എസ് എസ് എൽ സി എവിടെയോ എന്തോ ഒരു തകരാറും. ഗൈസ്, ഇത് നമ്മുടെ എസ് എസ് എൽ സി കഴിഞ്ഞുള്ള ആദ്യത്തെ ദിവസമാണ്. സോ നമ്മളിപ്പോൾ നല്ല ലേറ്റായിട്ടുണ്ട് എണീക്കാനായിട്ട്. അമ്മ ഇവിടെ കിടന്ന് അലയ്ക്കുന്നുണ്ട്. അമ്മ ഇവിടെ കിടന്ന് അലയ്ക്കുന്നുണ്ട്. ഒരു 10-10:30 അത്രയോളം ആയി. സമയം എത്രയോടോ ആദ്യമായിട്ടത് ഇത്രയും ലേറ്റായിട്ട് ഇരിക്കുന്നത്. എനിക്കറിയാം നിങ്ങളൊക്കെ 10-12 ആകുമ്പോൾ എണീക്കുന്നത്. ഞാൻ കുറച്ച് 5 മണിയൊക്കെ ആകുമ്പോൾ എല്ലാ ദിവസവും എണീക്കുമായിരുന്നു. സ്കൂൾ ലൈഫ് തുടങ്ങി തൊട്ട് 5 മണി ഇല്ലെങ്കിൽ കാരണം പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് കുറച്ച് നേരം പഠിക്കാൻ വേണ്ടി ട്യൂഷനങ്ങ് പോകും. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ എണ്ണിച്ചിട്ട് പല്ലൊക്കെ തേച്ച് കഴിച്ച് വെള്ളോട്ടൊക്കെ ഇറങ്ങി നോക്കാം. ഫസ്റ്റ് ഡേ അല്ലേ, നമുക്ക് പുസ്തകമൊക്കെ എടുത്ത് വാരി പിടിച്ച് കളയാം ഗൈസ്. ഞാനിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പുസ്തകമൊക്കെ ഒന്ന് നോക്കാം. നമ്മുടെ ടേബിളൊക്കെ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ടേബിൾ നമുക്ക് നോക്കാം. ഇതിങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് എല്ലാം അടുക്കിപ്പുറത്ത് ഒറ്റ കയറ്റായിരുന്നു ഗൈസ്. ഈ ഇരിക്കുന്നത് വെച്ച് ഞാൻ ഏറ്റവും വെറുത്തൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. വെച്ചാൽ ഭൂരിഭാഗം എസ് എൽ സ്റ്റുഡൻസിൻ്റെയും മോശമായ സബ്ജക്റ്റ് ആയിരുന്നു മാത്സ് എന്ന് പറയുന്നത്. മാത്സിൻ്റെ പുസ്തകം ഞാൻ എങ്ങും എടുത്തിട്ടില്ല. ഞാനിപ്പം സ്കൂളിൽ വല്ലതും വല്ലതും പോലല്ലോ, അത് ട്യൂഷനിലൊക്കെ പോലും ഞാൻ അപ്പോഴും എടുക്കത്തില്ല. അപ്പോൾ ടീച്ചർമാർ പറയും മാത്സിന് പുസ്തകം നാളെ കൊണ്ടുവരണം. അപ്പോൾ ഒരു ദിവസം എതിർ ഓഗസ്റ്റ് ഓണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും മാത്സിൻ്റെ പുസ്തകം കൊണ്ടുവരാൻ 4-5 അടിയും കിട്ടിയിട്ടുണ്ട്. എന്നാലും എടുക്കത്തില്ല. എനിക്കറിയത്തില്ല, ഒരു നെഗറ്റീവ് എനർജി പോലെ എനിക്ക് മാത്സിൻ്റെ പുസ്തകത്തിനോട്. സബ്ജക്റ്റ് അത്ര കുഴപ്പമില്ല, ഇനി പുസ്തകം ഞാൻ എടുത്തിട്ടില്ല. എന്താണെന്ന് അറിയത്തില്ല. നോട്ട് ബുക്ക് പോലല്ലോ പുസ്തകം. ബാക്കിയെല്ലാം നമ്മൾ സബ്ജക്റ്റ് വൈസ് എല്ലാം കൊണ്ടുപോകും നമ്മൾ പുസ്തകം. പക്ഷേ ഈ സാധനം ഈ മാത്സിൻ്റെ ഈ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് കാണിച്ചു തരാം. കണ്ടാൽ മനസ്സില്ല. ഫസ്റ്റ് പാർട്ട് ഞാൻ കാണിച്ചു തരാം, തുറന്ന് കാണിച്ചു തരാം. ഒരു വരയും കുറിയും പോലും ഇല്ല ഗൈസ്. കാണിച്ചു തരാം. കണ്ടാ ഗൈസ്, ഒരു വര പോലും ഇല്ലെന്നുള്ളതാണ്. കണ്ട, എൻ്റെ പേര് പോലും ഞാൻ എഴുതിയിട്ടില്ല. പേര് പോലും കണ്ടാ ഫസ്റ്റ് ആയിട്ട് ഒരു ചുളുക്ക പോലും ഇല്ലാത്ത പുസ്തകം. ദൈവമേ, എന്താ രസമല്ലേ കാണാൻ ഗൈസ്. അത് മാത്രമല്ല, പിന്നെ എനിക്ക് സയൻസ് വിഷയത്തിൽ ഇപ്പോൾ കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് 3 വിഷയം എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല. പിന്നെ എനിക്ക് ഈ ഫൈനൽ SLC പരീക്ഷയ്ക്ക് ടഫായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഫിസിക്സ് അല്ല കെമിസ്ട്രി എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നി. പബ്ലിക് എക്സാം ഓട്ടോമാറ്റിക്കലി എല്ലാം ടഫ് ആവുമല്ലോ. പിന്നെ പബ്ലിക് എക്സാം ഒക്കെ മിക്കവർക്കും ടഫായിരുന്നു. അതെനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാലും കുറച്ച് ടഫായിരുന്നു. എന്ന് വെച്ചാൽ ഈ ചില കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. ഇപ്പോൾ കൺസെപ്റ്റ് കുഴപ്പമില്ല, കൺസെപ്റ്റ് സെറ്റാണ് എല്ലാത്തിനും കൺസെപ്റ്റ്. പക്ഷേ ക്വസ്റ്റ്യൻ വരുമ്പം നമ്മുടെ കൺസെപ്റ്റും പോവും. നമ്മളെ ആൻസർ അറിയാമെങ്കിലും ആൻസർ എഴുതാൻ പോലും പറ്റത്തില്ല. അതുപോലത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. എന്ത് ചെയ്യാനാ ഗൈസ്? നമുക്കിനി ഇതിനകത്തുനിന്ന് കാണിക്കല്ലോ. നമുക്കിനി എൻ്റെ 7-8 പുസ്തകം നമ്മുടെ ഹൈസ്കൂൾ വർഷം തീർന്നല്ലോ. ഞാൻ പിന്നെ 8ാം ക്ലാസ്സിൽ കൊണ്ടുപോയി കാർബോണ്ട് ഞാൻ എൻ്റെ എൽ കെ ജി മുതൽ കൊണ്ടുവന്നൊരു കാർബോർഡ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾക്കറിയുന്നില്ല, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ കൊണ്ടുപോയ സാധനമാണിത്, ഈ കാർബോർഡ്. ഇത് അടിപൊളി കാർബോർഡായിരുന്നു കേട്ടോ. വിഷയം കാർബോർഡായിരുന്നു. എല്ലാ കാർബോർഡും അത് തന്നെ. പിന്നെ 10ാം ക്ലാസ്സിൽ പബ്ലിക് എക്സാം, മോഡൽ എക്സാം അതൊക്കെ കൊണ്ടുപോയി ഇത് തന്നെയായിരുന്നു. ഒരുപാട് മിസ്റ്റേക്ക്. പിള്ളേരെല്ലാം ചോദിക്കും ഈ ചോട്ട ഭീമിൻ്റെ പടമൊക്കെ ഉള്ളതുകൊണ്ട്. നമ്മുടെ ഇതുണ്ടല്ലോ, നമുക്കൊരു പരീക്ഷ ഉണ്ടായിരുന്നല്ലോ, എന്ത് വർക്ക് എക്സ്പീരിയൻസോ, ഒരു PT പോലെ പരീക്ഷ ഉണ്ടായിരുന്നല്ലോ. ആ പരീക്ഷയ്ക്കാണെങ്കിൽ ഞാൻ ഇതിനകത്തുള്ള ചോട്ടാ ഭീമിൻ്റെയും ചുക്കിയുടെ ഒക്കെ പടം വരച്ച് നോക്കുമായിരുന്നു. അത് നൈസായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല ഓർമ്മകളായിരുന്നു. അപ്പോൾ അത് അടിവിഷയമായിരുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വെക്കേഷനായിട്ട് നിങ്ങൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ? നമുക്ക് 2-3 മാസം വെക്കേഷൻ ഉണ്ടല്ലോ. റിസൾട്ട് വരുമ്പോൾ എല്ലായിടത്തും പോകും. അതാണ് നല്ലത്. ഇത് ഗൈസ് യൂണിഫോം എന്ന് പറയുന്നത് അടിപൊളി യൂണിഫോം എന്ന് പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾക്ക് 8-9 വ്യത്യാസമുണ്ട്. 8-9 വൈറ്റ് ആയിരുന്നു, പിന്നെ ഇതിലോട്ട് മാറിയതാണ്. എല്ലാ പിള്ളേരും ചെയ്യുന്ന കാര്യമൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. വെച്ചാൽ ഇത് 2-3 വർഷം സ്കൂൾ പാൻറ്റ്, പിന്നെ കളർ പാൻറ്റ്, അത് പിന്നെ എല്ലാവരും ചെയ്യുമല്ലോ ഗൈസ്. ഞാനും അങ്ങനെ ആയിരുന്നു. ഞാൻ എൻ്റെ സ്കൂൾ പാൻറ്റ് ഇട്ടുകൊണ്ട് പോയപ്പം ആദ്യത്തെ 8-9 ഫുൾ സ്കൂൾ പാൻറ്റ്, ഫുൾ സ്ട്രിക്റ്റ്, ഫുൾ ചെയ്യുന്നു. പിന്നെ 10ാം ക്ലാസ് മൊത്തം അടിപൊളി ലൈഫായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ലൈഫാണ്. പക്ഷേ ഞാൻ 10നെക്കാട്ടി എൻജോയ് ചെയ്ത ലൈഫ് 9ാം ക്ലാസ്സിലായിരുന്നു. എനിക്കറിയത്തില്ല എത്ര പേർക്ക് 9 തൊട്ടൊക്കെ മിസ് ചെയ്യുമെന്ന്. 9ാം ക്ലാസ് ആയിരുന്നു ബ്രോ എനിക്ക് ഏറ്റവും കൂടുതൽ അടിപൊളി വർഷമായിട്ട് തോന്നി. എനിക്കറിയത്തില്ല, എല്ലാവർക്കും 10ാം ക്ലാസ് ആയിരിക്കും. പക്ഷേ ഇതെൻ്റെ ഒപ്പീനിയനാണ്. കാരണം എനിക്കറിയത്തില്ല ഇപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണ് നല്ലതെന്ന് എനിക്കറിയത്തില്ല. സോ എനിക്ക് 9ാം ക്ലാസ്സാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത്. എനിക്ക് അടിപൊളി ഒരുപാട് ഓർമ്മകൾ തന്നൊരു മെമ്മറീസ് തന്നൊരു വർഷമായിരുന്നു 9ാം ക്ലാസ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മെമ്മറി തന്ന ഏറ്റവും ഹാപ്പിനെസ് തന്ന ആ വർഷം നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എനിക്കറിയത്തില്ല, കൂടുതൽ പേർക്കും 10ാം ക്ലാസ് ആയിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ആ കമൻറ്റ് അറിയിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ മെമ്മറി കൂടെ കമൻറ്റ് ചെയ്താൽ ഏറ്റവും നല്ല ഓർമ്മയ്ക്ക് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും.
ഇതാണ് ഗായ്സ് എൻ്റെ നാട്. എൻ്റെ നാടല്ല, എൻ്റെ നാട്ടിലുള്ള നമ്മുടെ വീട്. അടിപൊളി അല്ലേ? മൊത്തം പച്ചമരങ്ങളും എല്ലാം കൊണ്ടും വിശാലമായ ഒരു ദേശമാണ് ഗായ്സ് നമ്മുടെ. പിന്നെ ഗായ്സ് എന്തോ അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ കുറച്ച് കണ്ട് മുമ്പേ മഴ വേണമാണ്, പിന്നെ മഴ വേണ്ടില്ല. ഇവിടെയൊക്കെ മഴയും ഇടിയൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ ഈ വർഷം നിങ്ങൾ കാണാൻ പോകുന്ന ഫെബി എന്ന് പറയുന്നത് ഫുൾ ഒരു ന്യൂ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. നമ്മൾ ജിമ്മിൽ 4 ദിവസം പോയായിരുന്നു. ഇനി നമുക്ക് അടുത്ത കളിച്ചിട്ട് വീണ്ടും ജിമ്മിൽ പോവാം. നമുക്ക് പ്രവർത്തിച്ച് കാണിക്കാം ഗൈസ്, അതായിരിക്കും ഗുഡ്. നമുക്ക് പ്രവർത്തിച്ച് കാണിക്കുന്നത് നല്ലത് അല്ലേ? അപ്പോൾ നമുക്ക് ജിമ്മിലൊക്കെ പോയി സെറ്റായിട്ട് നമുക്ക് ബോഡിയൊക്കെ വരുത്തണം. എന്നാൽ ജിമ്മിലൊക്കെ പോകാം, ചുമ്മാ ഇരിക്കുന്ന നല്ലതാണ്. ജിമ്മിലൊക്കെ പോയി ബോഡിയൊക്കെ സെറ്റാക്കുക. ഇത് എത്ര പേർക്ക് കണ്ടാൽ മനസ്സിലാവുന്നില്ല. ഈ സ്കൂളിൽ പോകുന്നവരുടെ നമ്മുടെ എൻ്റെ SLC ജീവിതത്തിലെ ഏറ്റവും വലിയ ക്ഷാമമായിരുന്നു പേനയ്ക്ക് ക്ഷാമം. ലാസ്റ്റ് 10ാം ക്ലാസ്സിൽ ഒരു ക്രിസ്മസ് കഴിഞ്ഞാൽ ശേഖരിച്ച് വെച്ച പേര് ഇതല്ല, ഇത് കൂടുതലുണ്ട്. ഞാനിപ്പോൾ ഇതിൽ കൊള്ളുന്ന ഇത്രേ ഉള്ളൂ. ഇത് ചെയ്യാനെന്ത് പറയും, ബാക്കിയൊക്കെ ബാഗിൽ പോലെ കിടക്കുക. ഇപ്പം ഇത്രയും പേര് ഞാൻ പലയിടത്തും കുറേ പേര് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇത് ഫുൾ തെളിയുന്ന പേര്. ഇത് അറിയത്തില്ല, ചിലതൊക്കെ തെളിയാത്ത എനിക്ക്, എന്നാലും ഇത്രയും പേരെ സെറ്റാക്കി ഗൈസ്. ഈ റൂമിലോട്ട് കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നൊരു സംഭവം വേണ്ടിയത് വായിച്ചു നോക്കി. കംപ്ലീറ്റ് ഫുൾ ചാപ്റ്റർ സ്റ്റഡി റിവ്യൂ ഓൾ ദ മെറ്റീരിയൽസ് അഗൈൻ. ഞാൻ പറയുകയാണ് ഗൈസ്, ഇതുവരെയായിട്ട് എൻ്റെ ഈ പ്ലാൻ നടന്നിട്ടില്ല. ഞാനിപ്പോൾ ഇത് എഴുതി വെച്ച് മോഡൽ എക്സാം കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. ഇതുവരെയായിട്ട് എൻ്റെ പ്ലാൻ സക്സീഡ് ആയിട്ടില്ല. ഒരുപാട് പ്ലാൻ, സ്റ്റഡി പ്ലാൻ എത്ര പ്ലാനൊക്കെ എഴുതി വെച്ചേക്കുന്നത്, ഒന്നും നടന്നിട്ടില്ല. എനിക്കറിയത്തില്ല എത്ര പേർക്ക് ഇങ്ങനെ പ്ലാൻ എഴുതി വെച്ചിട്ട് നടക്കാത്തത്. ഞാൻ ഇങ്ങനെ കാരണം ബുക്കിൽ എഴുതി വെച്ചാൽ എന്നാലും നടക്കത്തില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സംഘടിപ്പിച്ച പരിപാടിയാണ് ഈ പരിപാടി. ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒന്നും നടന്നില്ല. എൻ്റെ ഞാൻ ഈ എഴുതി വെച്ച പ്ലാനൊക്കെ വെറുതെ ആയിപ്പോയി. എന്നാലും ഞാൻ കീറി കളഞ്ഞില്ല കേട്ടോ. ഒരു 10 ആൾ വരുമ്പോൾ കാണട്ടെ ഗൈസ്. നിങ്ങൾ ചിലപ്പോഴൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ ഗൈസ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ ആഫ്റ്റർ SLCയുടെ വ്ലോഗ് തീർന്നിരിക്കുകയാണ്. സോ അത് നിങ്ങൾക്കൊരു ഫാക്ടറി ആവും. ഈ ലോകത്തിൽ ഏകദേശം മില്യൺ കണക്കിന് ആൾക്കാർ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. സോ അത്രയും യൂട്യൂബ് ചാനൽ ഇടയ്ക്ക് ഈ ചെറിയ യൂട്യൂബ് ചാനൽ മിസ്സായി പോകണ്ടായാലും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഓക്കെ, ഫാക്റ്റ് അല്ലേ? ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പം നാളെ ഞാൻ വ്ളോഗായിട്ട് വരാം. അപ്പോൾ എന്തിടണമെന്ന് നിങ്ങളൊക്കെ തീരുമാനിച്ചു കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ബൈ.